ശ്രദ്ധിക്കും. ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡയറക്റ്റ് അതേപോലെ ഇൻഡയറക്റ്റ് എന്ന ക്ലാസിഫിക്കേഷൻ വരുന്ന ഏത് ബേസിലാണ് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ പറയുന്നത് 6 ടൈപ്പിലാണ് നോർമലി പറയുന്നത്. ഓൺ ദി ബേസ് ഓഫ് ഏതാണ് നേച്ചർ ഓർ ഏതാണ് എല്ലാം. അതിലേതൊക്കെയുണ്ട് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അതിലാണ് നമ്മൾ വീണ്ടും എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതുകൂടാതെ ബേസ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ ബിഹേവിയർ ബേസ് ചെയ്ത് ഫിക്സ്ഡ്, സെമി വാരിയബിൾ, വാരിയബിൾ കോസ്റ്റ് അങ്ങനെ ചെയ്യാം. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് റെലവൻറ്റ് കോസ്റ്റ്, ഇറെലവൻറ്റ് കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, ഷട്ട് ഔട്ട് പോക്കറ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, കമ്മിറ്റഡ് കോസ്റ്റ്, ഡിസ്ക്രിഷണറി കോസ്റ്റ്, ഇങ്ങനെ പലതരത്തിലും ഇത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഓൺ ദി ബേസ് ഓഫ് നോർമാലിറ്റിയിൽ നോർമലും പിന്നെ അബ്നോർമൽ ലോസും, പിന്നെ ഓൺ ദി ബേസ് ഓഫ് കൺട്രോളബിലിറ്റി കൺട്രോളബിളും, പിന്നെ ഏതാണ് നോൺ കൺട്രോളബിൾ. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇതിലിപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക? എലമെന്റ് അല്ലെങ്കിൽ നേച്ചർ വൈസ് ആണ്. അങ്ങനെ ആൻസർ പറയുന്നത് ഏതാണ്? സി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് വാസ് നോട്ട് ചൂസൺ. നിങ്ങൾ ഇതിനേക്കാൾ ബെറ്ററായ ഒരു സാധനം ഒഴിവാക്കി എന്നുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടത്തെ നിങ്ങൾ എന്ത് പറയും? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മറ്റൊരു പേരുണ്ട് ഇക്കണോമിക് കോസ്റ്റ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. Then which one of the following, then അടുത്ത താഴത്ത് വരാം. Which one of the following is an example of byproduct? ബൈപ്രൊഡക്റ്റിന് ഉദാഹരണം അതാണ് മസ്റ്റാർഡ് സീഡും പിന്നെ അതാണ് മസ്റ്റാർഡ് ഓയിലും. അതോ കടുകിട്ട് കടുകിൻ്റെ എണ്ണ ഉണ്ടാക്കുക, അത് ഇൻപുട്ടും ഔട്ട്പുട്ടാണ്. അതിന് നമുക്ക് ബൈപ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡീസലും പെട്രോളും എന്താണ്? ഒരു ജോയിൻറ്റ് പ്രൊഡക്റ്റുകളാണ്. എഡിബിൾ ഓയിലിൽ നിന്നും ഓയിൽ കേക്ക് അല്ലെ, എഡിബിൾ ഓയിൽ ആൻഡ് ഏതാണ് ഓയിൽ കേക്ക്. ഓയിൽ കേക്ക് എന്ന് പറഞ്ഞാൽ റിസിഡ്യൂ യൂസ്ഡ് ആസ് എ കാറ്റിൽ ഫീഡ്. ഓക്കെ, അപ്പോൾ അതോ നിങ്ങൾ പറഞ്ഞ കൊപ്രയിൽ നിന്ന് ഉണ്ടാക്കുന്നു, എഡിബിൾ ഓയിൽ ഉണ്ടാക്കുന്നു. പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് വരാം ഓയിൽ കേക്ക്. അപ്പോൾ നമുക്ക് ഏത് ആൻസർ ആയിട്ട് എടുക്കാം? സി എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് എടുക്കാം. കേർഡും ബട്ടർ മിൽക്കൊക്കെ എന്താണ്? ജോയിൻറ്റ്. ബട്ടറൊക്കെ എന്താണ്? ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അത് പറ്റില്ല. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്? സി ആണ്. ദെൻ നമ്മൾ പറഞ്ഞത് അടുത്ത് ഈ ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറഞ്ഞു? ഒപ്റ്റിമം വാട്ട് ഈസ് ദ മിനിമം ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് ആണ് നമ്മൾ എന്താണ് ഇക്വേഷൻ പറയുന്നത്. ഹോൾഡിംഗ് കോസ്റ്റ് പറയുമ്പോൾ ക്യാരിങ് കോസ്റ്റ് ആണ്. എന്തിനാണ്ടി ആ സൈസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഏതാണ്? സി ആണ്. സൈസ് പറയുമ്പോൾ ഇവിടുത്തെ സൈസ് ഏതാണ്? ഇ ബി ക്യു ആണ്. ഇ ബി ക്യു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആവറേജ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിങ് കോസ്റ്റ് ആണ്. ക്യാരിങ് കോസ്റ്റ് 20 പൈസ പെർ മന്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം സി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആൻ ആയതുകൊണ്ട് അത് പെർ ആനത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.20 ഇൻറ്റു 12 പഠിച്ചാൽ 2.4. അപ്പോൾ 3600 ആണ് ഇത് വരാം. മിനിമം ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിങ് കോസ്റ്റ് വരാം 3600. ഈസ് ദ ആൻസർ. അടുത്ത പറയുന്നത് ജോബ് കോസ്റ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയാം? ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ ഹോമോജിനിയസ് പ്രൊഡക്റ്റുകളാവും, അതുപോലെ ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആവും അല്ലേ? ആണോ? അല്ല. ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെന്തല്ല ഒരേപോലത്തെ അല്ലല്ലോ. ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? മാനുഫാക്ചർ ചെയ്തതിനെ വെച്ചാൽ അത് ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? മേടിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ അതേതാണ്? ഹോമോജിനിയസ് ആണ്. പക്ഷെ അതല്ല. അപ്പോൾ ഒരിക്കലും ജോബ് കോസ്റ്റിംഗ് ഹോമോജിനിയസ് പ്രൊഡക്റ്റുകളാവില്ല. കസ്റ്റമർ ഡ്രിവൺ പ്രൊഡക്ഷനാണ്. കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ജോബ് കോസ്റ്റിംഗിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കംപ്ലീറ്റ് ദ പ്രൊഡക്ഷൻ പോസിബിൾ വിത്തിൻ സിംഗിൾ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ഫർണിച്ചർ ഞാൻ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പറഞ്ഞാൽ അത് വർഷങ്ങളെടുത്തിട്ടാണോ ഉണ്ടാക്കി തരാം? അല്ല, അതൊരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ? കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 2ഉം 3യും അതിനോട് ആപ്റ്റ് ആവുന്നതായതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ? സി എന്ത് ചെയ്യാം? എടുക്കാം. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റോയൽറ്റി ഓൺ പെയ്ഡ് ഓൺ സെയിൽസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിസൈനിങ് ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഹയർ ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ 50 76,000 ആണ് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് വരിക. എ ഈസ് ദ ആൻസർ.
CAS പറയുന്നത് ഏതാണ്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഏതാണ്? 12 ആണ്. ഏതാണ്? 12. അപ്പോൾ CAS 12. ദെൻ CASകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് സ്ക്രീൻഷോട്ടാണ്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കാം. ദെൻ അടുത്ത പറയുന്നത് റീകൺസിലിയേഷനുമായി ബന്ധപ്പെട്ട ലോസ് വന്നിട്ടുണ്ട് 2 lakh. ഇത് ഏത് പ്രകാരമാണ്? ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ എഴുതാണ് ലോസ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ് 2 lakh. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ടേഴ്സ് ഫീസ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 ആണ്. ഡയറക്ടേഴ്സ് ഫീസ് എത്രയാണ്? 40,000 ആണ്. നിങ്ങൾക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്യൂർലി ഒരു ഫിനാൻഷ്യൽ ഇൻകം ആയതുകൊണ്ട് തന്നെ അത് എവിടെ എടുക്കുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കുള്ളൂ. എവിടെ എടുക്കില്ല? കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കില്ല. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നിന്ന് അത് എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. അതേപോലെ തന്നെ ഡയറക്ടർ ഫീ എവിടുന്ന് മാത്രം കുറയ്ക്കുന്നതാണ്? P&L മാത്രം കുറയ്ക്കുന്നതാണ്. കോസ്റ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂട്ടുക കുറയ്ക്കുക എന്ന് വെച്ചാൽ ഇത് ലോസാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ലോസിൻ്റെ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുകയാണ്. ലോസിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ലോസ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കിട്ടും. ആൻസർ ഏതാണ്? ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ. മാർജിൻ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് 25% അതിൻ്റെ കറണ്ട് സെയിൽസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കറണ്ട് സെയിൽസ് ഇപ്പോൾ 100 ആണെങ്കിൽ ആ 100ൻ്റെ 25% ഇത് 25 രൂപയാണ്. ഇത് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി. സെയിൽസിൻ്റെ എത്ര ശതമാനം? 25%. കറണ്ട് സെയിൽസ് അത് നോട്ട് ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് 30 ലക്ഷം ഉള്ളത്, കമ്പനിയുടെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ 40% ആണ്. അപ്പോൾ ഇതൊക്കെ തരുമ്പോൾ നമുക്ക് ഇതിന് ഹിൻ്റായിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷനാണ്. എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അപ്പോൾ പ്രോഫിറ്റ് എത്ര വന്ന്? 30 lakh. PV റേഷ്യോ എത്രയാണ്? 40%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ഈ മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള, അത് 75 ലക്ഷം രൂപ കിട്ടി, അതിന് ഈക്വൽ ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് എത്ര? 25%. അപ്പോൾ ഞാൻ പറഞ്ഞു 100 രൂപ ഏതാണ്? 100ൻ്റെ 25% ഏതാണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ആണെങ്കിൽ 100 അല്ലേ ഏത്? സെയിൽസ്. അപ്പോൾ സെയിൽസ് കാണാനാണ് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടത്. കണ്ട, കറണ്ട് സെയിൽസ് എത്രയാണ്? സിമ്പിളാണ്. 75 എന്ന് പറഞ്ഞാൽ ഏതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? 25. 100നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സെയിൽസ്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷൻ 75 lakh ഈസ് ഈക്വൽ ടു 25% ആണ് സെയിൽസ് ആണ്. Therefore sales is equal to 75 lakh divided by 25 into 100 is equal to 300 lakh. 300 lakhിൻ്റെ എത്ര കണ്ടാൽ മതി? 25% കണ്ടാൽ എത്ര കിട്ടും? 75 കിട്ടും. ഇതാക്കി വരും. ദെൻ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഫാക്ടറിയിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അലൗഡ് എത്രയാണ്? 4000 കിലോഗ്രാമാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 10. വേർ ആക്ച്വലി കൺസ്യൂംഡ് കണ്ട. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര? 4000. ആക്ച്വൽ പ്രൈസ് എത്ര? 10. പിന്നെ എന്നിട്ട് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എത്ര വന്നു? 2000. എന്താ വന്നത്? അഡ്വേഴ്സ് ആണ്. അപ്പോൾ അഡ്വേഴ്സ് വരണമെങ്കിൽ നമുക്കറിയാം പ്രൈസ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 3 - 2. 3 എന്തായിരുന്നു? പറ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. 2 എന്തായിരുന്നു? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3000 അഡ്വേഴ്സ്. അപ്പോൾ ഇതിലിട്ട് നോക്കാം. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? 2 ഫില്ല് ചെയ്യാം അല്ലേ? ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര തന്നിട്ടുണ്ട്? 4000. ആക്ച്വൽ പ്രൈസ് 10 തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 40,000. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരെ. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ഏതാണ്? 40,000 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2000. മൈനസ് വരണമെങ്കിൽ ഇതിൽ ഈ നമ്പർ 3 എന്നുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നുള്ള സാധനം വലുതാവോ ചെറുതാവും? ചെറുതാവും. ഓക്കെ അല്ലേ? അത് എത്ര ആവും? 40,000 നിന്ന് 2000 കുറച്ച് എത്ര വരും? 38,000 ആവും. അപ്പോൾ അതേ സിമ്പിൾ പരിപാടി. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു 38,000. ഇനി ഡൗട്ടുള്ളവർക്ക് 38,000 ആണ് 3 മൈനസ് ചെയ്ത് കുറയ്ക്കാം, 40,000 കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 2000 വരും. ഇതെന്താണ്? അഡ്വേഴ്സാണ്. അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി സിമ്പിളാണ്. ഇതിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓൾറെഡി അറിയാം, 4,000 ആണ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു 38,000 ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി 4,000. അപ്പോൾ എത്ര വരും? 9.5 വരും. ഏതാണ് ആൻസർ? ബി ഈസ് ദ ആൻസർ. അടുത്ത റോവൻ പ്ലാൻ എന്ന് പറയുന്നത്, ഒരു വർക്കർ ഉണ്ട്. അയാൾക്ക് ഒരു മണിക്കൂറിന് എത്ര രൂപ കൊടുക്കുന്നത്? 45 രൂപയാണ് കൊടുക്കുന്നത്.
ചോദിച്ചിട്ടുണ്ട്, അയാൾ എത്ര സമയം എടുത്തു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? 40 hours. ശരിക്കും അനുവദിച്ച സമയത്തിലാണ് 48 ആണ്. അപ്പോൾ 8 മണിക്കൂറാണ് ടൈം സേവ്ഡ്. ഏതാണ് പ്ലാൻ നോക്കണം? റോവനാണെങ്കിൽ ഇക്വേഷൻ എന്താ? ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് ടൈം സേവ് ഡിവൈഡ് ബൈ ടൈം അലോഡ് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ആക്ച്വൽ ടൈം എത്ര എടുത്ത് 40 ആണ്, ടൈം റേറ്റ് എത്ര എടുത്ത് 45 ആണ്, ടൈം സേവ്ഡ് 8 ഡിവൈഡ് ബൈ ടൈം അലോഡ് 48 ഇൻറ്റു 40 ഇൻറ്റു 45 ഈസ് ഈക്വൽ ടു 2100. എ ഈസ് ദ ആൻസർ. അടുത്ത് ബാച്ച് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് ഏതാണ് അപ്ലിക്കബിൾ? പ്രോസസ്. ഡ്രഗിൻ്റെ അടുത്ത് ഏതാണ്? ബാച്ച്. മെഡിസിനൊക്കെ. ഡിസൈനിങ് ക്ലോത്തിൽ ഏതാണ്? ജോബ്. അതേപോലെ ഓയിൽ റിഫൈനറിയിൽ ഏതാണ്? പ്രോസസ്. അപ്പോൾ ബാച്ച് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഡ്രഗ് മാനുഫാക്ചറിങ്. ഓക്കെ, ഇതാണ് ഞാൻ സിറ്റുവേഷൻ പറയാം. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ആണ്. 100 യൂണിറ്റ് 100 പെന്ന് ഞാൻ മേടിച്ചു. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുൻപ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തിരിച്ചറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഓർത്ത് വെക്കണമെന്ന് വെച്ചാൽ വേണ്ട, ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു കൺക്ലൂഷൻ നോട്ടുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഒരു പ്രൂഫാണ് ഇത്. അപ്പോൾ ഇത് മഗ്ഗപ്പ് ചെയ്യണം. ഇതിൻ്റെ പ്രൂഫാണ് അടിയിൽ നമുക്ക് എഴുതി വെക്കാൻ സമയം തരുന്നത്. 100 യൂണിറ്റ് ആണുള്ളത്. ഞാൻ 100 എന്ത് മേടിച്ചു? പെന്ന് മേടിച്ചു. ഒരു പെന്നിന് എത്ര രൂപ വെച്ചാൽ? 10. അപ്പോൾ എത്ര ടോട്ടൽ വന്ന്? 1000. റെസ്പോണ്ട് ചെയ്യണം. പിന്നെ 100 വീണ്ടും മേടിച്ചു. അപ്പോൾ പ്രൈസ് കൂടി പെന്നിൻ്റെ 15 എത്രയാണ്? 1500. അപ്പോൾ എത്ര ടോട്ടൽ പെന്നിൻ്റെ കയ്യിലുണ്ട്? 200 ഉണ്ട്. അതിൽ നിന്ന് 150 പെന്ന് ഒരു പെന്നിന് 20 രൂപ വെച്ച് വിറ്റു. അപ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റു? 3000. കമ്പ്യൂട്ട് പ്രോഫിറ്റ്. നിങ്ങളെന്താ നിങ്ങൾ ഇവരൊക്കെ ഉണ്ട്. കമ്പ്യൂട്ട് പ്രോഫിറ്റ് ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് എത്രയാണ്? ലിഫോയിലും പിന്നെ ഏതാണ്? ഫിഫോയിലും പിന്നെ ഏതാണ്? ലിഫോയിലും. പ്രോഫിറ്റ് കാണാനാണ് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ്റെ മെത്തേഡ് മാറുമ്പോൾ ഏത് മാറും? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മാറാറില്ലേ? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മാറിയാൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? മാറും. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കും. ഫിഫോ മെത്തേഡ് ആണെങ്കിൽ എത്ര പ്രോഫിറ്റ് വരുന്നതാണ് പറയുന്നത്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര യൂണിറ്റാണ് വിറ്റത്? 150 അല്ലേ? ഫിഫോ ആണെങ്കിൽ ആദ്യം ഏതിൽ നിന്ന് എടുക്കും? 100 എടുക്കും അല്ലേ? അപ്പോൾ എങ്ങനെ വരും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ തന്നെ അല്ലേ? 100 × 10 എത്ര വരും? 1000. പിന്നെ 150ലേക്ക് ബാക്കി എത്ര എണ്ണം വേണം? 50 എണ്ണം. അത് എവിടെ നിന്ന് എടുക്കും? രണ്ടാമത്തെ 100 എടുക്കും. എത്ര രൂപ വെച്ച്? 15. അപ്പോൾ 50 × എത്ര? 15 എത്ര വരും? 750. അങ്ങനെ 1750 രൂപയുടെ സാധനമാണ് നിങ്ങൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 3000. അപ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 1250. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ ലിഫോ ഉപയോഗിക്കുകയാണെങ്കിലും സെയിൽസിൽ മാറ്റണ്ട. അവിടുത്തെ അതേ സെയിൽസ് തന്നെ എവിടെ വരാം? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ലിഫോയിൽ നിന്ന് ഏതെടുക്കുക? 100. അപ്പോൾ 100 × 15 എത്ര വരും? 1500. കണ്ട. പിന്നെ 50 ഏതിൽ നിന്ന് എടുക്കാം? രണ്ടാമത് ഫസ്റ്റ് വന്നിരുന്നു അല്ലേ? 100ൽ 10 രൂപയുണ്ട്. അപ്പോൾ എത്ര? 50 × 10 എത്ര? 500. അപ്പോൾ മൊത്തം എത്ര വരും? 2000. നിങ്ങൾ നോക്കൂ, ഇവിടെയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വ്യത്യാസം ഉണ്ട് ഇല്ലേ? ഇല്ലേ? ഓക്കെ. അപ്പോൾ 2000 ആയി. 2000 ലെസ് ചെയ്താൽ പ്രോഫിറ്റ് എത്ര വന്നു? ഓക്കെ. അപ്പോൾ ഇതിൽ ഏതിലാണ് കുറവ് പ്രോഫിറ്റ് ഉള്ളത്? ലിഫോയിലാണോ ഫിഫോയിലാണോ? ഫിഫോയിലെ പ്രോഫിറ്റ് 1250 ആണ്. ലിഫോയിൽ എത്രയാണ്? 1000 ആണ്. അപ്പോൾ ഏതോടെ കുറവുള്ള പ്രോഫിറ്റ്? ലിഫോയിലാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ? ഇൻഫ്ലേഷൻ. കാരണം എന്താ? പ്രൈസ് ഇതിട്ടുണ്ട് കൂടെ അല്ലേ? ഇൻഫ്ലേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇവിടേക്ക് പോവാം. ഇഫ് റോ മെറ്റീരിയൽ പ്രൈസ് ആർ സഫറിങ് ഫ്രം ഇൻഫ്ലേഷൻ, അങ്ങനെ പറഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് വാല്യൂ ഓഫ് സ്റ്റോക്ക് വിൽ ഗിവ് ലോവസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്? ഏറ്റവും കുറവ് ഗ്രോസ് പ്രോഫിറ്റ് ഏതാ നൽകുക? ഏതാ ഏറ്റവും കുറവ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്? ലിഫോ. ഓക്കെ അല്ലേ? ഫിഫോയിൽ 1250, മറ്റെത്ര? 1000. അപ്പോൾ ആൻസർ ഏതാ അതിൽ? ലിഫോ ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനൊരു എക്സാമ്പിൾ മനസ്സിലുണ്ടാവണം. എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു സാധനം എഴുതി വെക്കുക, വേണമെങ്കിൽ എല്ലാം എന്തായാലും എഴുതി വെക്കണം. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ പ്രൈസ് റേസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഫിഫോയിൽ എന്തായിരിക്കും? ലോവർ കോസ്റ്റ് ആയിരിക്കും, ഹയർ പ്രോഫിറ്റ് ആയിരിക്കും. ഹലോ,
ലോവർ കോസ്റ്റ് ആയിരിക്കും, ഹയർ പ്രോഫിറ്റ് ആയിരിക്കും. ലിഫോ ആണെങ്കിൽ എന്താണ്, ഹയർ കോസ്റ്റും ലോവർ ഏതായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കിയാൽ ലോവർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കി, കോസ്റ്റ് ഇവിടെ എത്രയാണ്, ഇവിടുത്തെ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് ഗുഡ്സ് ഇവിടെ 1750, ഇവിടെ എത്രയാണ് 2000. ഇവിടെ ഏതാ കോസ്റ്റ് കുറവ്, ഫിഫോ അല്ലേ, ഫിഫോയിൽ ലോവർ കോസ്റ്റ്, മറ്റേതെന്താവും ഹയർ കോസ്റ്റ്. ലോവർ കോസ്റ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് കോമൺ സെൻസ് അപ്ലൈ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഹയർ കൂടുതൽ കോസ്റ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അടുത്തും കൂടെ പറയാം. ഫിക്സഡ് കോസ്റ്റ് ട്രീറ്റഡ് ആസ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാം, പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യും. എന്ത് കോസ്റ്റാണ്, പീരീഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ. എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റും പീരീഡ് കോസ്റ്റും? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കുന്ന കോസ്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ, തിയറി ഒക്കെ എഴുതി തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. പിന്നെ P&L അക്കൗണ്ട് കാണിക്കുന്നതിന് എന്തെന്ന് വിളിക്കാം, പീരീഡ് കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാണുമ്പോൾ, ഈ പെന്നിൻ്റെ പ്രൊഡക്റ്റ് കോസ്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന, അപ്പോൾ ഇതിന് 1000 രൂപ വന്ന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഈ 1000-ൽ നമ്മൾ ആഡ് ചെയ്ത കോസ്റ്റുകൾ നമുക്ക് എന്തെന്ന് വിളിക്കാം, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കാം. ആഡ് ചെയ്യാത്ത ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്തെന്ന് വിളിക്കാം, പീരീഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. അടുത്ത് the budget that is prepared first of all is. കുറേ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് മാസ്റ്റർ ബഡ്ജറ്റ്, പിന്നെ ബഡ്ജറ്റ് വിത്ത് കീ ഫാക്ടർ, പിന്നെ ക്യാഷ് ബഡ്ജറ്റ്, പിന്നെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. ഇതേപോലത്തെ ഒരു സാധനം കീ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്നില്ല ലാസ്റ്റ്. അതിൻ്റെ മറ്റൊരു കാര്യം ഉണ്ടാകും. ഇതെന്താ, ബഡ്ജറ്റ് വിത്ത് കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മീൻസ് ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ ബിക്കോസ് ഓഫ് ഓൾ അതർ ബഡ്ജറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്. അഥവാ നമ്മളിപ്പോൾ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. ഒരു എക്സാമ്പിളാണ്, ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കാം. വലിയ സ്ഥിതിയിൽ സെയിൽസ് ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്തു. 1000 മോട്ടോർ കാർ ഉണ്ടാക്കാനുള്ള എന്ത് ചെയ്യുന്നത്, സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. പിന്നെയാണ് പറഞ്ഞത് ഒരാൾ, നമുക്ക് ആകെ 300 ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്, ആദ്യം കൺസിഡർ ചെയ്യേണ്ട സാധനം ഏതാണ്, നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ നോക്കണം. എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ ബഡ്ജറ്റിനെയും ഫസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട പോയിന്റാണ് ബഡ്ജറ്റ് വിത്ത് ഏതാണ്, കീ ഫാക്ടർ. മനസ്സിലായ? അപ്പോൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കപ്പാസിറ്റി എത്രയാണോ അതിന് താഴെ നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കോമൺ സെൻസ്. ദാറ്റ്സ് ഓൾ.